ഏതൊരു ഒക്കേഷനും ഡിഫറൻസ് ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ കാണത്തില്ല. അപ്പം ഈ തവണത്തെ ക്രിസ്മസിന് ഉടുക്കാനായിട്ടൊരു ഡിഫറെൻറ്റ് കളർ പാലറ്റ്, ബോട്ടിൽ ഗ്രീൻ കളറിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു ലിനൻ സാരി, കൂടെ നമുക്ക് സിൽവർ ജ്വല്ലറീസും കോൺട്രാസ്റ്റ് ജ്വല്ലറീസും ഒക്കെ ഇട്ട് പെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷൻ. അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു സാരി വളരെ സ്റ്റൈലിഷ് ആയിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടും വെയർ ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ ഈ ഉടുത്തേക്കുന്ന സാരിക്കകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. അതിന് നമ്മുടെ വീഡിയോയും പേജും വീഡിയോയും ഫോളോ ചെയ്യണം കേട്ടോ. യൂട്യൂബ് ചാനലിനകത്തൊക്കെ തന്നെ ഉണ്ടാവും. നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഞാൻ ഇന്നിപ്പോൾ ഈ സാരി ഡ്രൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എന്താണെങ്കിലും വീഡിയോയ്ക്കകത്ത് കാണിക്കാം, അതിൻ്റെ ക്ലിപ്സും കാണിക്കാം. അപ്പം അതുപോലെ തന്നെ ഈ സാരി വന്നേക്കുന്നത് യാൺ ഡൈഡ് ആയിട്ടുള്ള ലിനൻ ഫാബ്രിക്, ലിനൻ യാൺസിനകത്ത് ലൈൻ വീവിങ് പാറ്റേൺ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ലൈൻ വീവിങ് പാറ്റേണിൻ്റെ ഏറ്റവും വലിയ ഗുണം നല്ലൊരു ഹൈറ്റ് ഇല്യൂഷൻ കൂട്ടി കിട്ടും, നമ്മൾ സ്ലിം ആയിട്ട് തോന്നാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും ഇഷ്ടമില്ലാത്ത എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവർ ഉറപ്പായിട്ടും കാണില്ല. ഈവൻ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും എപ്പോഴും മെലിഞ്ഞിരിക്കാനും മെലിഞ്ഞതായിട്ട് തോന്നാനും ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പം ഇന്ന് ഈ ഒരു സാരിയുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ക്ലോസറിൽ ഒബ്സർവ് ചെയ്യാം. ഈ സാരിയിൽ ഫുള്ളായിട്ട് സാരിയിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലൈൻ വീവിങ് പാറ്റേൺസ് ആണ്. ത്രൂ ഔട്ട് ദ സാരിയിൽ ലൈൻ വീവിങ് ആണ്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ വരുമ്പോൾ ഒരു നമ്മുടെ ഗീച്ചയിലൊക്കെ വരുന്നത് പോലത്തെ തിക്കായിട്ടുള്ള വീവിങ് സ്റ്റൈലും വന്നിട്ടുണ്ട്. ആ ഒരു പോർഷനിൽ ചെറിയൊരു പാർട്ടി ലുക്ക് കൊടുക്കാനായിട്ട് സീക്വൻസിൻ്റെ വീവിങ് സ്റ്റൈലും വന്നിട്ടുണ്ട്. അത് സിൽവർ കളറിലെ സീക്വൻസ് ആണ്. ആൻഡ് എഡ്ജ് പോർഷനിൽ കണ്ടോ തിന്നായിട്ട് വന്നേക്കുന്ന ഒരു സീക്വൻസിൻ്റെ കയർ വിരിഞ്ഞ പോലത്തെ ഒരു വീവിങ് പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ദ സാരിയിൽ ഇതുപോലെയാണ് വന്നേക്കുന്നത്. ഞാൻ ഇന്നിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് ആക്ച്വലി റെഡി ടു വെയർ ലുക്കാണ്. ഈ ഒരു ലുക്ക് മെറ്റൽ സിബ് വെച്ചിട്ടുള്ള ബ്ലൗസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത്. അപ്പം ബാക്കിൽ നിന്നുള്ള വ്യൂ കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക്, അതായത് ബാക്കിൽ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമ്മുടെ കട്ടിങ്സ് കാണാനായിട്ട് ഇഷ്ടമില്ലാത്തവരാണ് നമ്മളെല്ലാവരും. ഈ കട്ടിംഗ് ഒന്നും അത്രയും വിസിബിളായിട്ട് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്യാനും ഉള്ള ഓപ്ഷനും ഞാൻ അവൈലബിൾ ആക്കിയത് കേട്ടോ. അപ്പം ഈ സാരി DLS എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അത് ഈ തവണത്തെ ക്രിസ്മസിന് ഒരു ഡിഫറെൻറ്റ് ലുക്ക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഈവൻ നമുക്ക് ഞാനിപ്പോൾ ഒരു യെല്ലോ മാലയുടെ കൂടെയാണ് പെയർ ചെയ്തേക്കുന്നത്. അതിന് പകരം വേണമെങ്കിൽ സിൽവർ ജ്വല്ലറീസിൻ്റെ കൂടെ പെയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ റെഡ് കളറിലെ ഒരു കോറൽജിൻ്റെ ഒക്കെ ഒരു ജ്വല്ലറിയുടെ കൂടെയൊക്കെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റൈലിങ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമ്മുടെ പ്രീ ബുക്കിംഗ് കാറ്റഗറിയിലും അതുപോലെ തന്നെ റെഡി ഫോർ ഡെസ്പാച്ച് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല, ഒരു ഇച്ചിരി ടൈം ഫ്രെയിം കൂടെ ആയിരിക്കും. നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓർഡേഴ്സ് എടുക്കും. നമുക്ക് കൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലൂമിൽ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിനൻ ഫാബ്രിക് ആണ്, യാൺ ഡൈഡ് ആയിട്ടുള്ള ലിനൻ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. DLS എന്ന കോഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിനൻ യാൺ ഡൈഡ് വെർട്ടിക്കൽ ലൈൻ ഫിനിഷിങ്ങിൽ സിൽവർ തിൻ ബോർഡേഴ്സ് വന്നിരിക്കുന്ന സാരി ആൻഡ് അതിൻ്റെ ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന ഈ ഒരു ഗ്രേ സാരീൻ്റെ ഒരു റെഡ് കളർ നമ്മൾ ഈ ഒരു ക്രിസ്മസിന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നോക്കുന്നവർക്ക് ഒരു ഗ്രേ ഷെയ്ഡിനകത്ത് വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ, അതിന് ഒരു ഫ്ലോറൽ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഫുള്ളായിട്ട് മെഷീൻ എംബ്രോയ്ഡറിയിൽ ചെയ്തേക്കുന്ന ഫ്ലോറൽ ലുക്ക് ആൻഡ് ബഗൽപൂരിലാണ് കേട്ടോ ഈ ഒരു സാരി വന്നേക്കുന്നത്. പല്ലുവിൽ ആ ഒരു ഗ്രേയിൻ്റെ തന്നെ ഡബിൾ ടോണിലുള്ള ഒരു സ്ട്രൈപ്സ് ഡീറ്റെയിലിംഗ് ആണ് പല്ലുവിൻ്റെ പോർഷനിൽ വന്നേക്കുന്നത്. റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡും കൂടി ഉണ്ട്. ഞാൻ വേറെ ചെയ്തേക്കുന്ന ഈ ഒരു സാരിയുടെ കോഡ് വരുന്നത് NHH 350, പ്രൈസ് റേഞ്ച് വരുന്ന 1799. ആൻഡ് നെക്സ്റ്റ് അടുത്ത് വന്നേക്കുന്നതും ആ ഒരു ഫ്ലോറൽ ലുക്കിൽ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പിങ്കിൻ്റെയും അതുപോലെ ഗ്രീനിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ലുക്കാട്ടോ. അതിൻ്റെ കൂടെ ബോർഡറിൽ സെറീൻ്റെ ഒരു ബോർഡർ ഡീറ്റെയിലും കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് സിൽക്കി കോട്ടയിലാട്ടോ ഈ ഒരു സാരി വന്നേക്കുന്നത്. അതിന് ബ്ലൗസ് പീസ് ആ ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ്. ബോഡിയിലും ത്രൂ ഔട്ട് ആ ഒരു ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പല്ലുവിൻ്റെ പോർഷനിൽ ആ ഒരു സെൽഫ് കളർ യൂസ് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. ഇതിൻ്റെ കോഡ് വരുന്നത് NHH 351, പ്രൈസ് റേഞ്ച് 1999. നെക്സ്റ്റ് വന്നേക്കുന്നത് മസ്റ്റർഡ് യെല്ലോയിലാട്ടോ. അതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. അപ്പർ ബോർഡറിൽ ഒരു സ്ട്രൈപ്സ് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ലോവർ ബോർഡർ അത്യാവശ്യം ബ്രോഡായിട്ടാണ് അത് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ യെല്ലോൻ്റെ തന്നെ ഡബിൾ ടോണിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ്. അതിൻ്റെ കൂടെ ചേർന്ന് സ്ട്രൈപ്സ് ഡീറ്റെയിലിങ്ങിൽ വന്നേക്കുന്ന ഒരു കുഞ്ഞു ബോർഡർ ഡീറ്റെയിലിംഗ്. പല്ലുവിൻ്റെ പോർഷനിൽ ഒരു യെല്ലോവിൻ്റെയും ഒലീവിൻ്റെയും ഒരു ഡബിൾ ടോണിൽ വന്നേക്കുന്ന സ്ട്രൈപ്സ് ആൻഡ് ബ്ലൗസ് പീസ്. റണ്ണിങ്ങിൽ തന്നെ സോളിഡായിട്ട് വന്നേക്കുന്ന ബ്ലൗസ് പീസ് വിത്ത് ഈ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ്. ബഗൽപൂരി ലിനനിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത്. ഇതിൻ്റെ കോഡ് വരുന്നത് NHH 353, പ്രൈസ് റേഞ്ച് വരുന്നത് 1699. പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്ന ബഗൽപൂരി ലിനൻ സാരി. ഇതെല്ലാം ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിന് ഇതിൻ്റെ കോഡ്സ് എല്ലാം നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും.
ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്രിസ്മസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി നമ്മളെല്ലാവരും ആക്റ്റീവായിട്ട് ക്രിസ്മസ് ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ഒരു ടൈമായി തുടങ്ങിയിട്ടുണ്ട്. സോ വി ഹാവ് സം ബ്യൂട്ടിഫുൾ കളക്ഷൻ ഇൻ ക്രിസ്മസ് കുർത്താസ്. അപ്പം നമ്മൾ അതിനകത്ത് വൺ ഓഫ് ദ ലുക്ക് വിച്ച് ഇസ് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്കാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സ്ലബ് സിൽക്കിൻ്റെ അകത്ത് വി ഹാവ് ദിസ് 3 പാനൽ കട്ടായിട്ട് വന്നിരിക്കുന്ന ഒരു സ്റ്റൈലിൽ യോക്ക് ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് സ്റ്റിച്ചസ് വെച്ചിട്ടും ഫ്ലോറൽ ഡിസൈൻസ് ആ ഒരു സൈഡ് പാനൽസിലായിട്ട് വരുന്ന രണ്ടിടത്തായിട്ട് നമുക്ക് ആ ഒരു ഫ്ലോറൽ വൈൻ ഡിസൈൻ ഇങ്ങനെ ആ ഒരു ഫുൾ ലെങ്ത് ഓഫ് ദ ടോപ്പ് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തേക്കുവാണ്. And then we have this 3/4 sleeve that is also having the same top stitch. ആ ഒരു സെയിം ഡീറ്റെയിലിംഗ് തന്നെ നമുക്ക് ഇതിനകത്തും വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഒരു ബട്ടൺ ആൻഡ് ലൂപ്പ് ഡീറ്റെയിലിംഗ് അറ്റ് ദ നെക്ക് ലൈൻ. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭയങ്കര മോഡസ്റ്റ് ആയിട്ടുള്ള നെക്ക് ലൈനാണ്. ആൻഡ് ഇതിപ്പോൾ ലൈക്ക് നമുക്കൊരു ഓഫീസ് ക്രിസ്മസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ആക്ച്വലി ഇറ്റ്സ് എ നൈസ് ഓപ്ഷൻ. ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാനാണെങ്കിൽ പ്രോബബ്ലി വിൽ ഓൾ ഹാവ് എന്താ പറയുക ഒരു ഗ്രീൻ ടോണിലൊക്കെ വരുന്ന ലെഗിങ്സോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സൽവാർ സെറ്റ്സിൻ്റെ കൂടെ വരുന്ന ഏതെങ്കിലും ഒരു ഗ്രീൻ ബോട്ടോ പെൻസിൽ സിഗരറ്റ് ലുക്കിലൊക്കെ വന്നിട്ടുള്ളത് യു കെൻ ഈസിലി പെയർ. ആൻഡ് ബഡ്ജറ്റ് റേഞ്ചിൻ്റെ അകത്തുമാണ് ഇതെല്ലാം വരുന്നത്. RGA 278 എന്ന കോഡിലാണ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് വിത്തൗട്ട് ലൈനിങ്. അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ്. നമുക്കതങ്ങനെ ഭയങ്കര ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കംഫർട്ട് റേഞ്ചിൽ വരുന്നതും ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഒരു മീഡിയം സൈസാണ്. അപ്പം നമുക്ക് ആ ഫിറ്റിങ്ങും ഒരു കംഫർട്ട് ഫിറ്റിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ലുക്കാണ്. ആൻഡ് ബാക്ക് സോളിഡാണ്. ഫുൾ ഒരേ ലുക്കിൽ തന്നെ വന്നിരിക്കുകയാണ്. സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ RGA 278.